ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമാണോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? മഴയൊക്കെ മാറി എല്ലാവരും തുണിയൊക്കെ അതൊക്കെ ഉണങ്ങിയെടുത്തോ? രണ്ട് ദിവസമായിട്ട് നല്ല വെയിലും വെട്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മഴ ചാറിയിട്ട് പോലും ഇല്ല. ചെടിക്കൊക്കെ ഇന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് ഞാൻ ഓർത്ത്. കാരണം മുകളിൽ കൂടെ വെച്ചേക്കുന്ന ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇടയ്ക്കിങ്ങനെ തെളിച്ചം കിട്ടിയില്ലെങ്കിലും നമുക്ക് തുണിയൊക്കെ ഉണങ്ങിയെടുക്കാനും ചവിട്ടികളൊക്കെ കൈ ഉണങ്ങിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും. പിന്നെ അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നപ്പോൾ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു ഉഷാറായി കാണും. അപ്പോൾ ഈ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു തന്നൊരു അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട, ഓടിപ്പോയി വീഡിയോ ഉണ്ടോ. എത്ര നല്ല ഭംഗിയാന്ന് നോക്കി മന്ദാരം നിൽക്കുന്നത് കാണാനായിട്ടല്ലേ. കാരണം എന്നാന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഓരോരോരോ എന്നാ പറയുന്നത് അല്ലേ. ഓരോ പൂവിനും അതിൻ്റെതായ ഭംഗിയാണ്. മുല്ലപ്പൂവിനാണെങ്കിൽ കാണാൻ എന്നതിനെക്കാട്ടി ഭംഗിയാണ് മണത്തിന് അല്ലേ. ഇതൊക്കെ നോക്കി ആ വെള്ളയ്ക്കകത്ത് ആ മെറൂൺ കളറും ഒക്കെ വന്നിട്ടേ ഇത് പൊഴിഞ്ഞ് തീർന്നേ. അപ്പം നമ്മുടെ കപ്പളത്തിലോട്ടൊക്കെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഞാൻ കയറ്റി വിട്ടു കേട്ടോ. കിങ്ങിണിമോക്ക് കപ്പളങ്ങ അല്ല ഫ്രാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കപ്പളത്തിലോട്ട് കയറ്റി വിട്ടതാണ്. അപ്പോൾ നമ്മുടെ ചെടിയും പൂവും കായും ഒക്കെ കണ്ട് കുറേ ദിവസം ആയില്ലായിരുന്നു. എല്ലാം പോയി കേട്ടോ. മഴയൊക്കെ ആയപ്പോഴത്തേക്ക് അടുപ്പിച്ച് ഒരാഴ്ച മഴ അങ്ങ് പെയ്തില്ലേ. അപ്പോൾ പോയി. നല്ല റോസപ്പൂ. എടാ അവിടെ നിന്നാ നീങ്ങളെല്ലാം കാടിനകത്ത് പോയി ഇങ്ങനെ കാണും. അപ്പോൾ ഇത് കൊല മൊട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. മഴ ഉണ്ടാവാതിരുന്ന ഭാഗ്യം. ഇവിടെ 2 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ നമ്മുടെ ബാംഗ്ലൂർ കൊച്ച് തന്നതാണെങ്കിൽ നന്നായിട്ട് 2-3 കൊലയായിട്ട് എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ. ഹായ്, ഇത് കഴിഞ്ഞ് പോയതാണ് കേട്ടോ. ഇത് നല്ല സെറ്റായിട്ടുണ്ടായി വരുന്നത്. 1-2 ആഴ്ച ഇത് നിൽക്കും കേട്ടോ. 1-2 ആഴ്ച നിൽക്കും. നമ്മുടെ ലക്കി ബാമ്പൂതി ചെരിഞ്ഞും മറിഞ്ഞ് അങ്ങോട്ടേക്കായി. കാക്കയൊക്കെ കൊയ്ക്കൊണ്ട് മറക്കുന്ന കാക്കയ്ക്കൊക്കെ ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവിടെ ഒന്നിന്ന് പയറല്ല ഞാൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് ഒരു വെട്ടമായി ചെത്തി. അവ എങ്ങനെയുണ്ട്? ഇതുണ്ട്. ഇവനെയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്ന ലക്ഷണം കണ്ടിട്ട് വെള്ളമില്ലാത്ത മാതിരി നിൽക്കുന്ന പോലെ. പിന്നെ താഴത്തെ മുറ്റത്ത് ആരും വന്നാലും സാധനം ചെയ്യാൻ ബൊക്ക മാതിരിയാണ് ഉണ്ടായി നിൽക്കുന്ന റോസപ്പൂ. ഇത് ബൊക്ക ഉണ്ട്. അവരുടെ മുറ്റത്തുനിന്ന് വരുന്നവർക്കൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതുണ്ടോ താഴെ ഉണ്ടായി നിൽക്കുന്നത്. ഇതുണ്ടോ ഇനി ഒരു പോലെ ഉണ്ടായി വരുന്നേ. ഓക്കെ, എന്നാ രസമല്ലേ ശരിക്കും. ഫ്രഷ് ഫ്ലവർ അടിപൊളി. അപ്പം നമുക്ക് ചെടിയൊക്കെ കാണുമ്പോൾ ഒരു ഹരമാണ് പൂക്കളൊക്കെ അല്ലേ. അത് തന്നെ നമുക്ക് കഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പോൾ 2 പറിച്ച് ഞെരടി കൂട്ടണമെങ്കിൽ വെള്ളക്കാന്താരിയായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ 4 കിഴങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ എനിക്കൊരു പുതിയ വെറൈറ്റി സംഭവത്തിൻ്റെ ഇത് പറഞ്ഞു തന്നു. എടി നീ ഇന്ന രീതി ചെയ്യണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നതാണ്. എന്നിട്ട് കിങ്ങിണിമോക്ക് ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷേ കിങ്ങിണിമോളൊക്കെ എന്നാണേലും സൺഡേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ഞങ്ങളിരുന്നത്. വ്യാഴാഴ്ച എന്നിട്ട് പകൽ ചേട്ടായും കൊണ്ട് ഇരിക്കാം, എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാം, അങ്ങനെ പിന്നെ 1-2 സ്ഥലങ്ങളിൽ പോകാം, അങ്ങനെയൊക്കെ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് പോകേണ്ടി വന്നു. കാരണം ഹെയർ ഓയിലിൻ്റെ വർക്ക് വന്നുകൊണ്ട് പോകേണ്ടി വന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അമ്മുവൊക്കെ വ്യാഴാഴ്ച പോകുന്നുള്ളത്. സൺഡേ പോകത്തുള്ളൂ അല്ലേ, പിന്നെ ശനിയാഴ്ച ചിലപ്പോൾ പോയെങ്കിലായി അങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്നിട്ട് വ്യാഴാഴ്ച ചേട്ടായി ലീവൊക്കെ എടുത്തിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓർക്കപ്പുറത്ത് അവർ പോയല്ലോ. അപ്പം ചേട്ടായി എന്നോട് പറഞ്ഞതാണ് കൊച്ചിന് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നതൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോഴത്തേക്ക് നമ്മുടെ ജെസ്സി വിളിച്ചാണ് കേട്ടോ, നമ്മുടെ ബാംഗ്ലൂരുള്ള. നമ്മൾ കയറി താമസിന് പോയിട്ടില്ലായിരുന്നോ. ജെസ്സി വിളിച്ചു. ഞാൻ കോൾ എടുത്തിട്ടില്ല, കട്ടാക്കി വിടുക ചെയ്ത്, സൗണ്ട് കുറച്ച് വെക്കുക ചെയ്ത്. അപ്പോൾ ചേട്ടായി പറഞ്ഞ പോണക്ക് എനിക്ക് തോന്നുന്നു പൊട്ടറ്റോ ചിപ്സ്, ഫിംഗർ ചിപ്സ് എന്നൊക്കെ പറയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ പിള്ളേരെ പഠിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. പക്ഷേ ചേട്ടായി പറഞ്ഞ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നല്ലേ. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് എനിക്കറിയില്ല. വെളിച്ചെണ്ണയൊക്കെ വില കേട്ടാൽ ചങ്കിടിച്ചു പോകും അല്ലേ. എന്താ ദൈവമേ. അപ്പം തീ കത്തിച്ചില്ലേ, അയ്യോ സോറി. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങി കിടക്കണമെങ്കിൽ അത്യാവശ്യം എണ്ണ വേണ്ടതാനും. അപ്പം കുറേ എണ്ണയാവും. അപ്പം ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ അരപ്പൊക്കെ സെറ്റായി റെഡിയായി കുട്ടപ്പനായിട്ട് അവൻ ഇരിക്കൊണ്ട്. അയ്യോ ഇച്ചിരി വെള്ളം പോലെ ആയി കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ലല്ലേ.
അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി സെറ്റാക്കി എടുക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോഴത്തേനും നമുക്ക് അവനെ എടുക്കാനുള്ള പാത്രങ്ങളും അവനെ ഇളക്കാനുള്ള തവിയും ഒക്കെ എടുത്ത് സെറ്റാക്കി എടുക്കാം അല്ലേ. പിന്നെ ഇങ്ങനെ നമ്മൾ കഴുകി വെക്കുന്നത് പിന്നെയും പോയി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനത്തെ സാധനമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തണുക്കും. ചക്ക വറുത്തത്, പൊട്ടറ്റോ ചിപ്സ്, അങ്ങനെ ചിപ്സ് വട്ടത്തിൽ അങ്ങനെ അരിഞ്ഞ് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ മക്കൾക്ക്. എന്നാന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം കറുമുറന്ന് കടിച്ച് തിന്നാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇത് കാച്ചിലെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറിച്ച് പീസാക്കി എടുത്തിട്ട് ഒരു ഈ വീതിക്കൊക്കെ വെച്ച് കട്ട് ചെയ്യും. എന്നിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കും. നല്ല ടേസ്റ്റാണ്. ചെയ്യുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം കരിമുല എന്നുള്ളത് തിന്നോളൂ, കയറി ഇറങ്ങിയിട്ട് ഇതിനകത്തിട്ട് കൊടുത്താലേ അതിന് വേണ്ടി ചെയ്യുന്നതായിരുന്നു. അപ്പം എന്തേ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിവനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് നോക്കാം എങ്ങനെ ആവും എന്താവും എന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ചേട്ടാ ഈ ഫിംഗർ ചിപ്സ് നമ്മൾ KFC ഒക്കെ കഴിക്കുമ്പം കിട്ടിയല്ലേ അങ്ങനത്തേത് എൻ്റെ റെസിപ്പി ഞാനും കണ്ടാണ്. ഈ ഫേസ്ബുക്കൊക്കെ വല്ലപ്പോഴും നോക്കും. അങ്ങനെ കണ്ടിട്ടാണോ എന്നെനിക്ക് അറിയത്തില്ല. എന്തായാലും ഇത് ചെയ്യണം, കൊച്ചിനുണ്ടാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ മേടിച്ചിരുന്ന അപ്പം 2 ദിവസം കൂടെ നിൽക്കാൻ പറ്റും. നല്ല സൺഡേ അവർ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാണ്ടായിരുന്നേ. അപ്പം ഹെയർ ഓയിലിൻ്റെ വർക്ക് വന്നുകൊണ്ടാണ് കേട്ടോ പോയത്. എന്നാണേലും പോകത്തില്ലെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അതിന് ചേട്ടായി വ്യാഴാഴ്ച ലീവും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കൊച്ചിനോട് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യാം, ഇതൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഇച്ചിരി വേറെ ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിൽ കരുതിയായിരുന്നു. പക്ഷെ അന്നേരം അവർക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ചയാവും. വ്യാഴാഴ്ച പപ്പാടെ കൂടെ വിടുന്നാൽ പിന്നെ വെള്ളിയാഴ്ചയാവും. പിന്നെ വെള്ളിയാഴ്ച പോകാൻ കുളിയെന്ന് നമ്മൾ പറയും. അങ്ങനെ ദിവസം നീണ്ടുപോകും. അതുകൊണ്ട് വേണ്ട ഞങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഒരു ശകലം കൂടെ എണ്ണ ചൂടാകണം. ആയിട്ടില്ല കേട്ടോ. ഇട്ട അന്നേരം പൊങ്ങി വരണം. ഇപ്പം പൊങ്ങി വന്നു. എന്നാലും ഒരു ഇച്ചിരിയും കൂടെ എണ്ണ ചൂടായിക്കോട്ടെ. എന്നിട്ട് ഒന്ന് അരിയിലേക്കൊക്കെ ഒന്ന് കറങ്ങുമൊക്കെ ചെയ്യാന്നൊക്കെ ഓർത്തുകൊണ്ട് പറഞ്ഞതാണേ. അപ്പോൾ അവർ പോയി. ഇപ്പം ഈ കിഴങ്ങുണ്ടല്ലോ നന്നായി കേട്ടോ. ഇച്ചിരി നേരം വെക്കണമെന്ന് ഇടയുണ്ട് പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ വെച്ചേ. പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനത്തെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അന്നേരം തന്നെ ഞാനിങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അന്നേരം തന്നെ ഞാനിങ്ങനെ ഇട്ടെടുക്കുകയായിരുന്നു. ഇങ്ങനെ വെക്കാറൊന്നും ഇല്ലായിരുന്നു. പൊട്ടറ്റോ ചിപ്സൊക്കെ 2 പ്രാവശ്യം ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ തണുത്ത് നയമായിരുന്നു പോകുമായിരുന്നു കേട്ടോ. കഴിഞ്ഞില്ല. പിന്നെ ഞാനൊക്കെ പഠിച്ചു. ഞാൻ ഇതൊക്കെ പഠിച്ചത് എവിടെയാണെന്നറിയോ? ഞാൻ ബോംബെ നിന്നപ്പോഴാണ് കേട്ടോ. സിസ്റ്റർമാർ കന്യാസ്ത്രീകൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ നുറുക്കുപണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. അന്നൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പലഹാരങ്ങളോ കറികളോ ഒക്കെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഈ പൂവ് ഒക്കെ. ഞാൻ എന്നൊക്കെ സൈസ് പൂവൊക്കെ ഉണ്ടാക്കുമായിരുന്നു അറിയാം. അവരുടെ കൂടെ നിന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ മറന്നുപോയി. എന്നാണ്ട് ഒരു തുണിയുണ്ടല്ലോ, ക്രേപ്പിൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് നൂൽക്കമ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളി റോസപ്പൂ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് ഒരു കൂടെ മറന്നുപോയി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ആദ്യം ഇട്ടത് ഞാൻ കോരിയിട്ടുണ്ട്. 2 ഞാൻ എടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫിംഗർ ചിപ്സ് പോലൊക്കെ തന്നെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്നാൽ ഫിംഗർ ചിപ്സ് പോലൊക്കെ ഇരുന്നോട്ടെ എന്നോർത്തോണ്ടാന്ന് തോന്നുന്നു വലിയ കിഴങ്ങൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ കൊച്ചിനുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞത്. ഇന്നലെ അതൊരു വൈകിട്ട് പറഞ്ഞു ചോദിച്ചു, നിന്നോട് അത് 2 കിഴങ്ങെടുത്ത് ചെയ്ത് വെക്കാൻ പറ്റും, നീ ചെയ്ത് വെച്ചോ സിന്ധൂന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടായി സമയമില്ലായിരുന്നു, തൊഴിലുറപ്പിന് കൂട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. എനിക്ക് ഇന്നലെ പിള്ളേർ കൂട്ടൊരു മടിയായിരുന്നു ചെയ്യാനായിട്ടൊക്കെ. നമുക്കൊരു മനസ്സിന് വലുത് വേണമല്ലോ. ഈ തവി ഞാൻ എടുത്തതാണ്, പക്ഷെ ഒരു ബലമില്ല. ചുമ്മാ ഇങ്ങനെ മാവൊക്കെ കുഴയ്ക്കാനൊക്കെ കൊള്ളാമെന്ന് തോന്നുന്നു. ഒരു ബലക്കുറവ്. അതുകൊണ്ട് ഞാനത് മാറ്റി. ഞാൻ അടുത്തിട്ട് കൊടുക്കട്ടെ. ചീറ്റിപ്പോയ ഫിംഗർ ചിപ്സ് ഒന്ന് തണ്ണീരിടേണ്ടി വരുമോ? എന്നാണേലും ഉണ്ടാക്കും. തീ കുറച്ച് വെച്ചായിരുന്നു. തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും ഇടാനായിട്ടാണ്. ഞാൻ നിങ്ങളെ അവരുടെ അടുത്ത് കടിച്ച് ഇന്ന് കാണിക്കേ. ഇത് നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടിയില്ലേ, അതുകൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു കാര്യമുണ്ട്, പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ കോരുമ്പോൾ തിന്നണം. ഇന്നലെ ചൂടോടെ തിന്നുമ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതാണ് നല്ലത്. നല്ലതാണ് ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എന്നാൽ ഒരു കിഴങ്ങ് കൂടി ഇതിനകത്തുണ്ടെങ്കിൽ അരിഞ്ഞിട്ടാലോ.
അല്ലേ വേണ്ട. ഇതിനകത്ത് വേറെ 2 സവോള കഴിഞ്ഞിട്ട് ഉള്ളിവടയാക്കാം. എനിക്ക് വിശക്കുന്നു. അപ്പം അവനെ ഫുള്ളായിട്ട് ഞാൻ വറുത്ത് കോരി എടുത്തു. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നത് കടലമാവല്ലേ, അത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമുണ്ടോ? കാരണം നടുവിനും കാലിനും വേദന. സിന്ധമ്മയുടെ ഒരു റെസിപ്പിയുണ്ട്, അതിനിടയിലും വേദനക്കഥയാണല്ലോ നിങ്ങൾ വിചാരിക്കണ്ടേ. മല കയറിയല്ലേ പോകുന്നതാണേ. അപ്പം ഞാൻ ഒരു സവോള അരിഞ്ഞ് ആ മാവിനകത്ത് മിക്സ് ചെയ്ത് അങ്ങ് എടുത്തു കേട്ടോ. ഇപ്പം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാമല്ലോ എന്നോർത്തുകൊണ്ട്. അത് 5 എണ്ണത്തിനായി ഒരേ ഒരു സവോള എടുത്താൽ. നമ്മൾ കടലമാവൊക്കെ ഭയങ്കര വിലയല്ലേ, എല്ലാ സാധനത്തിനും വിലയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ വേസ്റ്റ് ഇച്ചിരി മീതി വന്നാൽ നമുക്കത് വേറെ എന്തെങ്കിലും കൂടെ ആക്കി എടുക്കാമെന്ന് നോക്കണം. അല്ലാതെ പെട്ടെന്ന് തന്നെ അത് നശിപ്പിച്ച് കളയല്ലേ, അല്ലേ കഴുകി കൊണ്ട് കളഞ്ഞാൽ കാലം ചതുരങ്ങ് പോകും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മളത് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ നോക്കണം, നശിപ്പിച്ച് കളയാതെ. അപ്പം 5 ഉള്ളിവടെ ആക്കി അവനെ ഞാൻ മാറ്റി. കിഴങ്ങ് നമുക്ക് ഇതിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല. അപ്പം നമുക്കൊരു പാത്രത്തിനകത്ത് ആക്കി വെക്കാൻ. പക്ഷെ തണുക്കാതെ ആക്കാനും പറ്റില്ല, ചൂടുണ്ട്. നല്ല വെള്ളമായിരുന്നു. അപ്പം ഉള്ളിവടയും കൂടെ ആകട്ടെ. അപ്പം ഞാനേ വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ടെ. ചായ കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് പകുതി കുടിച്ച് കഴിക്കുമ്പോഴേ ഞാൻ ഓർത്ത് അയ്യോ വീഡിയോ വേണ്ടേ, ബാക്കി വൈൻഡപ്പ് കൊടുക്കണ്ടേന്ന്. എന്തായാലും ഒരു ഉള്ളിവട എടുത്തോളായിരുന്നു. 2-3 പൊട്ടറ്റോ ചിപ്സ് കഴിച്ചു. ഒരു ഉള്ളിവട എടുത്തതിൻ്റെ പകുതിയാക്കി, ചായയും പകുതിയാക്കി. ചായയല്ല, സോറി, ബ്രൂ കോഫിയാണേ. അപ്പം ഇന്നലത്തെയൊക്കെ കണ്ടില്ലേ ഞങ്ങളെല്ലാവരും കൂടെ. ശകല സമയമൊക്കെ നമുക്ക് എന്നാ പറയുന്നത്, ഓൺലൈനിൽ ഈ ഭൂമിയിൽ ഒരു ശകല സമയം ഉള്ളൂ നമുക്ക് അല്ലേ. എപ്പം വിളിച്ചാലും ദൈവം വിളിച്ചാൽ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ആ ഉള്ള സമയത്ത് നമുക്ക് എന്നാ പറയുന്നത് സന്തോഷമായിട്ടിരിക്കുവാണെങ്കിൽ അതാ ഏറ്റവും ജീവിതത്തിൽ നല്ലത് അല്ലേ. നമ്മൾ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മൾ സന്തോഷമായിട്ട് ഉള്ള സമയം തിരഞ്ഞെടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിനോളം വലുതെന്തെങ്കിലും ഉണ്ടോ സുഖം ജീവിതത്തിൽ? ഒരു സുഖവും ഇല്ല അല്ലേ. അപ്പം സന്തോഷമായിട്ടിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഞങ്ങൾ ഇച്ചിരി സമയമുള്ളതിലും റെസ്റ്റ് സമയത്തൊക്കെ എന്തെങ്കിലും കഥകൾ, ഇങ്ങനെ പാട്ടുകൾ, കോമഡി തരങ്ങൾ, കുഞ്ഞിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് സ്കൂളിൽ പഠിച്ചപ്പോഴും അങ്ങനെയൊക്കെ പറ്റിയ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒക്കെ ഞങ്ങൾ എല്ലാവരോടും ഒരു കൂട്ടാണ്, പവറാണ് കേട്ടോ. ഒന്നും പറയണ്ട, നല്ല രസമാണ്, പൊളിയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് മക്കൾ പോയപ്പോൾ ഉള്ള വിഷമം എനിക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്. കാരണം കുഞ്ഞുങ്ങൾ എല്ലാ അച്ഛനമ്മമാരുടെയും വീക്ക്നെസ് ആണല്ലേ മക്കള്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മക്കളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇന്ന് ബുദ്ധിയുള്ള പേരൻസ്, അതായത് അത്യാവശ്യം സാമ്പത്തികവും സ്റ്റാൻഡേർഡും ഒക്കെ ഉള്ള വീടുകൾ ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പെൺമക്കളായിക്കോട്ടെ ആമക്കളായിക്കോട്ടെ അവരെ മാറ്റും വീട്ടിൽ നിന്ന്. എന്നിട്ട് അവരുടേതായ ഒരു എന്നാ പറയുന്നത് ചുവട് പിടിപ്പിച്ചു കൊണ്ടുവന്ന് സെറ്റാകുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പല 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 വീടുകളിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പല ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കള് എന്നും സ്നേഹം കിട്ടുന്നത് കൂടെ നിർത്താതെ വേറെ വേറെ ആയിട്ട് താമസിക്കുന്നതാകട്ടെ എന്നൊക്കെ. അപ്പം നമ്മളും അങ്ങനെ തന്നെയല്ലായിരുന്നോ, നമ്മളെ കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയാണ് നമ്മുടെ അച്ഛനമ്മമാരല്ലേ. ഇന്നത്തെ പോണക്ക് എന്താ പറയുന്നത് ഞൊടിയടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മളെ അവർക്കാകുന്ന പോണക്ക് ആഹാരങ്ങൾ തന്ന് സ്നേഹം തന്ന് ശാസിച്ച് അടിച്ച് വഴക്ക് പറഞ്ഞത് അടിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന. എന്നിട്ട് നമ്മളെന്താ ചെയ്ത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ കെട്ടിയുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ കൂടെ അങ്ങ് പോയി അല്ലേ. പക്ഷെ ഒരു സത്യമുണ്ടേ, എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, എത്ര എന്ന് പറഞ്ഞാലും എത്ര 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 കഷ്ടപ്പെട്ട് നമ്മൾ പേരൻസ് മക്കളെ വളർത്തിയാലും അവർക്ക് ഒരു പരിധി വരെ നമ്മളെ ഇതാക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഏതൊരു മക്കൾക്കായിക്കോട്ടെ പേരൻസിനായിക്കോട്ടെ അവരവർക്ക് അവരവരുടെ ഭാര്യയും ഭർത്താവും മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ ഈ ലോകത്ത് ആരും കാണത്തില്ല. അത് 100% ഉറപ്പാണ് അല്ലേ. മക്കളാണ് അതുങ്ങളെ കുറ്റം, ആരും ഒരു കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അവർക്ക് പഠിച്ചു ജോലിയായി അവർക്ക് പോയേ പറ്റത്തുള്ളൂ, അവരുടെ ജീവിത സാഹചര്യം നോക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ അവരുടെ കുഞ്ഞുങ്ങളായി അവരുടെ തിരക്കായി പിന്നെ വല്ലപ്പോഴും തമിഴോട് അടുത്ത് വരുന്നു സ്നേഹിക്കുന്നു പിറക്കുന്നു, അത്രയൊക്കെ പറ്റത്തുള്ളൂ. എല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ. എന്നാലും അന്നേരം നമുക്ക് കാരണന്മാർക്കൊരു സങ്കടവും വിഷമമൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കൂട്ടുകാരെയും ഒക്കെ കിട്ടുവാണെങ്കിൽ ഒത്തിരി സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതുങ്ങളുടെ കൂടെ പോകുന്നത്. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ സൂസി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരനാണെങ്കിൽ എന്നും എന്തെങ്കിലും കടല കൂട്ടായിയോ എന്തെങ്കിലും കൂട്ടായി, അതുകൊണ്ട് തന്നെ നമ്മുടെ വജ്ജാടിക്ക് വിചാരിച്ചേട്ടനും അതെ കേട്ടോ വല്ലപ്പോഴും ഒക്കെ മുട്ടായി സാധനങ്ങളൊക്കെ മേടിച്ച് തരും.
എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് കടലയൊക്കെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ കുറേ വിഷമങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒത്തിരി മുറിവുകളും വേദനകളും മാറാനുള്ളൊരു എനിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ തൊഴിലുറപ്പ് പണിയിൽ ചെല്ലുമ്പോഴേ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ കൂടുമ്പോഴേ എനിക്ക് ഒത്തിരി മനസ്സിന് വിഷമം മാറാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നാണ്ട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് എല്ലാവർക്കും ഇച്ചിരി ശോകമായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞപ്പോഴേ. കാരണം തിരുവനന്തപുരത്ത് 4ലോ എങ്ങോട്ട് പഠിക്കുന്ന ഒരു പെങ്കൊച്ച് തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് കണ്ടു. ഞങ്ങളെല്ലാവരും ചിരിച്ച് അട്ടഹസിച്ച് സന്തോഷിച്ചിരുന്നപ്പോഴാണ് ആ ന്യൂസ് കണ്ടത്. അമ്മ ഹോസ്പിറ്റലിൽ പോവാണ്, കൊണ്ടുപോകാതെ പോയതിനാണ് ചെയ്തത് പറഞ്ഞു. പക്ഷെ നമുക്കറിയത്തില്ല സത്യാവസ്ഥ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം അപ്പൻ്റെ അനിയൻ 3.5 വയസ്സുള്ള കൊച്ചിനെ ഉറക്ക ഗുളിക കൊടുത്ത് അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു 1.5 വർഷമായിട്ട്. അപ്പോൾ കുഞ്ഞ് അത് വല്ലതും അറിയുന്നുണ്ടോ, അതിന് എന്നാ അറിയാം, പെറ്റ അമ്മയും കൂടെ കൂടിയാ. അവളെയൊക്കെ ഒരു നിയമത്തിനും വിട്ടു കൊടുക്കരുതാണ് നിയമം. നമ്മുടെ നാട്ടിൽ നിയമം ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നത്. നാട്ടുകാർ തന്നെ ഇവിടെയൊക്കെ ശരിയാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യം പറയാം, നിയമത്തിനെ തള്ളി പറയല്ല. പക്ഷെ കാരണം സ്വന്തം കുഞ്ഞിനെ അവളെ സ്വന്തം കെട്ടിയവനെ പോരാഞ്ഞിട്ട് കെട്ടിയവൻ്റെ അനിയനെയും കൂടെ അവൾക്ക് വേണമായിട്ട് കൊച്ചിനെ വരെ അവൾ കൊടുത്തു, വന്നിട്ട് അതിനെ തോട്ടിൽ എറിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെയാണ് കേൾക്കുന്നത് നമ്മൾ. അതൊന്നും മനസ്സിൽ നിന്ന് എങ്ങനെയും ഒന്നും വാങ്ങി കിട്ടുമ്പോഴത്തേക്കാണ് അടുത്തത് എന്തുവായി സംഭവിക്കുന്നത് അറിയത്തില്ല. തിരുവനന്തപുരത്താണ് 4ലോ അങ്ങോട്ട് പഠിക്കുന്ന ഒരു കൊച്ചാണെന്നാണ് ന്യൂസിനകത്ത് കണ്ടത്. അന്നേരം മുതൽ എല്ലാവർക്കും ഒരു ശോകമായി, ദൈവമേ ഇതെന്നെ നടക്കുന്നതെന്ന്. ഒരു പരിധി വരെ നമ്മുടെ വീട്ടിലെ സാഹചര്യമാണ് ഇതിനെല്ലാം വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സ് എന്നാ പറയുന്നത്, എപ്പോഴും ഒരു പരിധി വരെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക. സ്വന്തം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും അച്ഛനമ്മമാരെയും ഒക്കെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ മുമ്പോട്ടേക്ക് പോവുക ഒരു പരിധി വരെ, അല്ലേ? മക്കളെ കരുതേണ്ടടുത്ത് കരുതുക. പക്ഷെ ആശുപത്രി കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യും. ഈ ടിവിയും ഫോണും ഒക്കെ വന്നതിന് ശേഷം അതിനെല്ലാം ഇപ്പോഴത്തെ ഒരു മക്കളെ പേരൻസ് എങ്ങനെയാണ് വളർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പിളിയമ്മാനെ പിടിച്ചേരാൻ പറഞ്ഞാൽ കൊടുക്കും. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ കരയണ്ട, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്കൊന്നും അങ്ങനൊന്നും അല്ലായിരുന്നു. മടലാക്കിട്ടതെങ്കിൽ മണ്ണ് വെച്ചടിക്കുമായിരുന്നു. ഇന്ന് കുമാരൻ പറയുക, കുമാരനാണെന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങളുടെ ആ ഗ്യാങ്ങിനകത്തുള്ള ഒരു ചേട്ടൻ പറയായിരുന്നു, പണ്ടത്തെ ഒക്കെ ഇതായിരുന്നു വളർത്ത് മക്കളെ. ഇങ്ങനൊന്നും ആരും ഒരു കുഞ്ഞുങ്ങളും ചെയ്തിട്ടുണ്ടോ? പണ്ടൊക്കെ പിള്ളേർ മരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതെന്നതായത് നടക്കുന്ന സ്വന്തം പെറ്റ അമ്മ കൊല്ലുന്നു. അവരുടെ ആ ദുഷ്ട മനസ്സ് എത്രയാന്ന് ഓർത്ത് നോക്കി. സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാനും സ്വന്തം എൻ്റെ ദൈവം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഒരു ഭയങ്കര മൂടോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുത്തില്ല. ഉച്ച വരെ നല്ല പണിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിലുള്ള പണിയുണ്ട് കേട്ടോ ഇപ്പം തൊഴിലുറപ്പിൽ. അതുകൊണ്ട് ഉച്ച വരെയുള്ള സമയം നമുക്കൊന്നിനും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമൊക്കെ ഇച്ചിരി ഫ്രീ ടൈം ഒപ്പിടാനായിട്ടും ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ ചെല്ലിരിക്കുമ്പോഴാണ് ഒരു ശകലം ടൈം കിട്ടുന്നത്. അന്നേരം എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ചേട്ടായി പറഞ്ഞു തന്ന ഈ റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പൊട്ടറ്റോ ചിപ്സ്, നമ്മുടെ ഫിംഗർ ചിപ്സിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ആ ചിക്കൻ കബാബ് ഇട്ടാൽ കൊണ്ടാന്ന് തോന്നുന്നു വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക, എന്നിട്ട് ഇഷ്ടമായെങ്കിൽ പറയുക. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക. എല്ലാം തെറ്റിപ്പോണല്ലോ. തന്നെ ആ കൊച്ചിൻ്റെ ഇതിലോട്ട് പോയി എൻ്റെ മൈൻഡ്. എങ്ങനെ ആയിരിക്കും അത് മരിച്ചത്, ഇനിയിപ്പം വാർത്തയ്ക്കകത്ത് അറിയാൻ പറ്റും. അതാണ് നമുക്ക് ഒരു ഹൃദയമുള്ളവർക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളും കേൾക്കാൻ പറ്റുന്ന കാഴ്ചകളും അല്ല ഇങ്ങനത്തേതൊക്കെ. അപ്പോൾ എല്ലാം തെറ്റിപ്പോവും. അതാണ് നമ്മുടെ സമാധാനം തെറ്റുന്ന ഒരു അവസ്ഥ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ. എൻ്റെ ദൈവമേ, ലോകത്ത് എനിക്കും ഉണ്ട് കൊച്ചുമക്കൾ. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴേ ചങ്കിനകത്ത് തീയാ. എന്നും ഉറങ്ങാൻ കിടക്കുമ്പോഴേ എണീക്കുമ്പോൾ മുതലേ ദൈവങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക എൻ്റെ കുഞ്ഞുങ്ങളെയും മക്കളെയും എല്ലാവരെയും. എൻ്റെ ദൈവമേ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടണിലൂടെ ഒന്ന് ഇടിച്ചു കൂട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.